ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ RRBയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നമുക്ക് എക്സാം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തുടങ്ങി. മാർച്ച് 2 വരെയാണ് അവസാന തീയതി. പക്ഷെ ഒരിക്കലും നിങ്ങൾ മാർച്ച് 2 വരെ നോക്കരുത്. അതിന് മുമ്പേ തന്നെ അപ്ലൈ ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ നോക്കി വെക്കണം. അത് സെറ്റ് ആക്കിയ ശേഷം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു സംശയം ഇവിടെ കിടപ്പുണ്ട്. ഈ PSC പഠിക്കുന്നവർക്ക് RRBയുടെ കോഴ്സ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ RRBയുടെ എക്സാം പഠിക്കാനായിട്ട് എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ? യൂട്യൂബ് ചാനൽ എടുത്താലും ധാരാളം കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. റെയിൽവേ നോക്കാം, എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഞാനിപ്പോ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് PSC എക്സാമിനാണ്. അപ്പൊ അത് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന RRB എക്സാമിലേക്ക് പോണോ എന്നാണ് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ. എന്താണ് സാറിന്റെ അഭിപ്രായം? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 60-70% ഒരേ സിലബസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന അതിനകത്ത് മാത്സ് ഉണ്ട്, GK ഉണ്ട്, സയൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ കുറച്ച് മാത്സിലൊക്കെ കുറച്ച് നമുക്ക് പഠിക്കേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം എന്നുള്ളത് 100% ഉറപ്പാണ്. റെയിൽവേയുടെ മാത്സിന് വേണ്ടി നോക്കുന്ന കുട്ടികൾക്ക് PSC മാത്സ് കുറച്ച് ഈസി ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെയായിരിക്കും? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എവറസ്റ്റ് മല കീഴടക്കാൻ പോയതിനെ സംബന്ധിച്ചോളം വാഗമണ്ണിലെ കുന്നെന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെയാണ് പറയാനുള്ളത്. ഈ പറയുന്നത് നമുക്ക് മാത്സ് പുഷ്പം പോലെ നമുക്ക് PSC ഉദ്യോഗാർത്ഥികൾക്ക് അടിച്ചെടുക്കാൻ പറ്റും RRB പഠിച്ചെങ്കിൽ. പിന്നെ മറ്റൊരു ഡൗട്ടാണ്, റെയിൽവേ എക്സാംസിന് ഞാൻ നോക്കാത്തതിന്റെ കാരണം എനിക്ക് നാട്ടിൽ ജോലി കിട്ടാൻ സാധ്യതയില്ല, സോ ഞാൻ PSCയിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളോട് എന്താ സാറിന് പറയാനുള്ളത്? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അടുത്ത സോണുകളായിട്ടുള്ള ബാംഗ്ലൂരോ ചെന്നൈയോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് നാട്ടിൽ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതൊന്നും അത്ര ദൂരെ ഉള്ളതല്ല. പിന്നെ ചിലർക്കൊക്കെ യാത്ര ഒരു പാഷനായിരിക്കും. യാത്ര പാഷനായവർക്ക് പറ്റിയ ഒരു മേഖലയാണ് ഈ പറയുന്ന RRB എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് നാട് വിട്ടുപോയി ചിലപ്പോൾ ജോലി ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താണ് റെയിൽവേ തന്നെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ റെയിൽവേയും PSCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെനിഫിറ്റ്സ് ഏത് രീതിയിലായിരിക്കും വ്യത്യാസം? ലൈക്ക് ഏതായിരിക്കും ബെനിഫിറ്റ് വൈസ് നമുക്ക് കൂടുതൽ ചൂസ് ചെയ്യാൻ തോന്നുക? ബെനിഫിറ്റ്സ് വഴി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഒരു പൊടിക്ക് ഇത്തിരി ബെനിഫിറ്റ്സ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻസെന്റീവ്സും അതേപോലെ ശമ്പളത്തിന്റെ ആനുകൂല്യം ഒക്കെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്ക് ഉണ്ടായിരിക്കും. PSCനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും PSC മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ചെറിയൊരു മേൽക്കൈ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ പേ സ്കെയിൽ, ബേസിക് ആയിട്ടുള്ള പേ സ്കെയിൽ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏതായിരിക്കും നമുക്ക് കൂടുതൽ? പേ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 10th ലെവൽ PSC ഉദ്യോഗത്തിനേക്കാൾ കുറച്ചുകൂടി സാലറി കൂടുതലായിരിക്കും നമ്മുടെ RRBയിലേക്ക് വരുമ്പോൾ. അതായത് കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ്, എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ 10ാം ക്ലാസ് ലെവലിൽ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നോക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്, PSCയിൽ നോക്കുന്നവരാണെങ്കിൽ അവര് റെയിൽവേയിൽ ഏത് എക്സാമിന് വേണ്ടിയിട്ടായിരിക്കും? 10ാം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള ഗ്രൂപ്പ് D എക്സാം ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ. അപ്പൊ ഡിഗ്രി ലെവൽ ആണെങ്കിലോ നമ്മൾ ഏതായിരിക്കും നമുക്ക് റെയിൽവേ എക്സാംസിൽ? ഡിഗ്രി ലെവൽ ആണെങ്കിൽ നമുക്ക് NTPC പോലുള്ള എക്സാംസ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി സിലബസ് ഒരു ഡിഗ്രി ലെവലിനോട് മാച്ച് ആയി നിൽക്കുന്നതാണ്. അതേസമയം ഗ്രൂപ്പ് D എന്ന് പറയുമ്പോൾ നമുക്ക് 10ാം ക്ലാസ് ആ ഒരു സിലബസ് ആയിരിക്കും. അതേപോലെ മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മലയാളം എന്നുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ RRB എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ. PSCയിൽ നിന്ന് റെയിൽവേ നോക്കുമ്പോൾ എന്തോ ഒരു ബെനിഫിറ്റ്, കാരണം സിലബസ് നോക്കുവാണെങ്കിൽ നമുക്ക് കേരള ഫാക്സ് ഒന്നും നോക്കേണ്ടി വരുന്നില്ല റെയിൽവേയിൽ. അപ്പൊ ആ രീതിയിൽ ഇത് നോക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും റെയിൽവേയിൽ? റെയിൽവേ എക്സാംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാത്സ് ശരിക്കും ഒന്ന് സെറ്റ് ആക്കുകയാണെങ്കിൽ പകുതി കാര്യം കഴിഞ്ഞു. നമുക്ക് കൂടുതൽ PSCയിലെ പോലെ കാട് കയറി GK പഠിക്കണമെന്ന് ഇവിടെ പറയുന്നില്ല. അത്യാവശ്യം സയൻസ് അറിയണം, പിന്നെ മാത്സ് അറിഞ്ഞാൽ പിന്നെ നമുക്ക് റെയിൽവേയിൽ ഒരു ജോലി സെറ്റാണ്. അതെ. പിന്നെ ഈ പറഞ്ഞ കേരള ഫാക്സ് നോക്കണ്ട. പിന്നെ നമുക്ക് ഈ പറയുന്ന എന്താ പറയാ CA നോക്കുവാണെങ്കിൽ തന്നെ സ്റ്റേറ്റ് ലെവൽ നമുക്ക് എന്താ പറയാ നേഷൻ വൈഡ് ആയിട്ടുള്ള CA മാത്രം നോക്കിയാൽ മതി. നമുക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുള്ള CA ഒന്നും ആവശ്യമില്ല. എന്നാൽ ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള CA ഒക്കെ ആയാൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം സെറ്റ് ആകും. അതെ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഗ്രൂപ്പ് Dയും NTPCയും പറഞ്ഞു. ഗ്രൂപ്പ് D പറഞ്ഞാൽ 10th ലെവലാണ്, NTPC ഡിഗ്രി ലെവലാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരിക്കും ഈ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്? കുട്ടികളെ എത്രമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും ഈ രണ്ടിനും പഠിക്കാൻ? ലൈക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് D നോക്കുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ട് NTPC ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതോ NTPC നോക്കുന്ന ആൾക്ക് ഗ്രൂപ്പ് Dയിൽ നിന്നും എന്ത് വ്യത്യസ്തമായിട്ടാണ് സിലബസിൽ വരുന്നത്? രണ്ട് പേ സ്കെയിലും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാം ആണ്. സോ NTPCയിലേക്ക് പോകുമ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അതേസമയം ഗ്രൂപ്പ് Dയിൽ കോമ്പറ്റീഷൻ ഇല്ലെന്ന് പറയുന്നില്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പരീക്ഷയാണ്. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി പോവുകയാണെങ്കിൽ രണ്ട് എക്സാമുകൾക്ക് ഒരുപോലെ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് വരും. അതായത്
ഞാൻ പാതി ദൈവം പാതി എന്നല്ല, ഇവിടെ നമ്മൾ തന്നെ മുഴുവൻ എഫർട്ട് ഇടും. രണ്ടാമത്തെ പാതി പിന്നെ നമുക്ക് നോക്കിയാൽ മതി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് എത്രമാത്രം പ്രാധാന്യമുള്ള നമ്മുടെ റെയിൽവേ എക്സാംസിന്? നമ്മൾ ഈ വിളിച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാംസിന് സയൻസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു പാർട്ടുണ്ട്. നമുക്ക് വേറെ എക്സാം എടുക്കുകയാണെങ്കിൽ നമ്മുടെ GK-യുടെ പാർട്ടായിട്ടായിരിക്കും സയൻസ് ഉള്ളത്. പക്ഷെ ഇവിടെ സയൻസ് നമുക്കൊരു പ്രത്യേകമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അത്യാവശ്യം സയൻസ് പഠിക്കുകയാണെങ്കിൽ അതേപോലെ മാത്സും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യം സെറ്റാണ്. ഇവിടെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്സിനെ ബേസ് ആയിരിക്കും. പക്ഷെ NCERT ആയാലും SCERT ആയാലും കോണ്ടന്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ രണ്ട് പഠിച്ചാലും ഒരേ ഗുണം തന്നെ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, PSC പഠിക്കുന്ന കുട്ടികൾ സയൻസ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും റെയിൽവേയിലേക്ക്. അതെ, തീർച്ചയായിട്ടും. സയൻസ് നമുക്ക് PSC-യിൽ കുറച്ച് വെയിറ്റേജേ ഉള്ളൂ, പക്ഷെ ഇവിടെ കുറച്ചുകൂടി വെയിറ്റേജ് ഉണ്ട്. സോ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞു വെക്കണം. റെയിൽവേ എക്സാംസ് വേണോ എന്ന് ആശങ്കിച്ചിരിക്കുന്ന കുട്ടികളോട് സാറിന് അവസാനമായിട്ട് എന്താ പറയാനുള്ളത്? റെയിൽവേ എക്സാം എന്ന് പറയാൻ നമുക്ക് ഇതിന് നല്ലൊരു അവസരം ഉണ്ടാവില്ല. PSC പഠിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ റെയിൽവേയും കൂടി ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജോലി 2026 തന്നെ ജോലി എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് വരാൻ പറ്റും. എല്ലാ വർഷവും നമുക്ക് റെയിൽവേ നോട്ടിഫിക്കേഷൻ, എല്ലാ വർഷവും ധാരാളം നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എന്താണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത? നമ്മളിപ്പോ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ബാച്ചിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പുതിയ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 24 മണിക്കൂർ അവൈലബിൾ ആയിട്ടുള്ള മെന്റർ സപ്പോർട്ട് ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വീക്കിലി എക്സാംസ് ഉണ്ടായിരിക്കും, പോൾസ് ഉണ്ടായിരിക്കും, എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. യെസ്, ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ് ആവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് കാണാൻ പറ്റുന്ന റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും കിട്ടുന്നുണ്ട്. അതല്ലാതെ ആപ്പിൽ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തിട്ട് PDF നോട്ട്സ് വരുന്നുണ്ട്, MCQ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കൂടാതെ കൃത്യമായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ്, മോക്ക് എക്സാംസ്, ഇത്തരത്തിലൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മുടെ ഒരു ബാച്ച് വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് 10th ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് ശരിക്കും പറഞ്ഞ സ്വപ്നതുല്യമായ ഒരു ജോലി തന്നെയാണ്. അപ്പൊ ഒട്ടും നിങ്ങൾ എന്താണ് ചിന്തിച്ച് നിൽക്കണ്ട. ഇപ്പോൾ തന്നെ നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാം. നമ്മുടെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫ്രം CC. താങ്ക് യു.